പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 54-ാം ദിവസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതുന്ന 2-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 2 വരെയും 6 മുതൽ 9 വരെയും ഉള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, നിത്യമായ വസതി തൃക്കൺ പാർത്തുകൊണ്ടാണ് ഒരു ക്രൈസ്തവൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. അവൻ യാത്രക്കാരനാണ്. അവന്റെ സ്വർഗീയ വസതി ധരിക്കാനുള്ള വെമ്പൽ പൂണ്ട് അവൻ യാത്ര ചെയ്യുകയാണ്. ഒരിടത്തും അവൻ ശാശ്വതമായി തങ്ങാറില്ല. കാരണം അവന്റെ ശാശ്വത വസതി ദൈവഭവനമാണ്. ഈ ദൈവഭവനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ വചനത്തിന്റെ അഭിഷേകത്തിൽ പങ്കുവയ്ക്കുന്നു. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ഒരു ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിർമ്മിച്ച ഭവനത്തിലേക്ക് നാം യാത്ര പോവുകയാണ്. ആ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള പാകപ്പെട്ട ജീവിതമാണ് ഈ ലോകത്ത് നമ്മൾ നയിക്കുന്നത്. മരണം ഒരവസാനമല്ല. നിത്യ ജീവിതത്തിലേക്കുള്ള ആരംഭമാണ് മരണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അതൊരു വലിയ പ്രത്യാശയുടെ ധൈര്യമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലല്ലോ. ആ പ്രത്യാശയുടെ ധൈര്യത്തിലാണ് ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെയും വെല്ലുവിളികളെയും അദ്ദേഹം ധൈര്യമായി നേരിടുന്നത്. ഞങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത് തന്നെ വിശ്വാസം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാഴ്ചയാലുള്ള നടപ്പല്ല, വിശ്വാസത്താലുള്ള നടപ്പാണ്. കാഴ്ചയാലുള്ള നടപ്പ് മടുപ്പ് ഉളവാക്കുന്നതാണ്. വിശ്വാസത്താൽ ഉള്ള നടപ്പ് തീക്ഷ്ണത ഉളവാക്കുന്നതാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹന വേളകളിൽ നടന്ന് തളർന്നു പോകുമ്പോൾ പോലും നല്ല ധൈര്യത്തോടെ പ്രത്യാശയോടെ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കരുത്ത് പകരുന്ന വിശ്വാസത്തിന്റെ അഭിഷേകത്തിലാണ് അപ്പോസ്തലൻ ഇത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ യാത്ര നിഷ്ഫലമാവില്ല. നമ്മുടെ വീഴ്ചകളും നിഷ്ഫലമല്ല. നമ്മുടെ
ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വെല്ലുവിളികളും സഹനങ്ങളും അപരാധങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം നിഷ്ഫലമായി പോകാതിരിക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. ആ നിത്യവസതി ധരിക്കുവാൻ വെമ്പൽ പൂണ്ട് യാത്ര ചെയ്യുവാനുള്ള തീക്ഷ്ണതയ്ക്ക് വേണ്ടിയാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിൽ വിലയം പ്രാപിക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം ഈ ലോകയാത്രയ്ക്കില്ല എന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഈ നിത്യമായ സാന്ത്വന സ്നേഹഭവനത്തിലേക്ക് നമുക്കും പതുക്കെ നടന്നെടുക്കാം. അതിന് നമ്മെ സഹായിക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളെ മുറുകെ പിടിച്ച് അഭ്യസിച്ച് അഭിഷേകം സ്വീകരിച്ച് ശക്തി പ്രാപിച്ച് വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ വിശ്വാസത്താൽ പരിപോഷിപ്പിക്കണമേ. നിത്യവസതി ലക്ഷ്യമാക്കി നടക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം സമ്മാനിക്കുന്ന സുഖവും ദുഃഖവും വിശ്വാസ അഭിഷേകത്താൽ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സ്വർഗീയ സാന്ത്വനം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.